എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ ആഴ്ചഫലത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജനുവരി മാസം 22-ാം തീയതി ബുധനാഴ്ച മുതൽ 28/1/2025 ചൊവ്വാഴ്ച വരെ, അതായത് മകരമാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ളതാണ്. ഈ ആഴ്ച ജനുവരി 24-ാം തീയതി ബുധൻ മകരത്തിലേക്കും 28-ാം തീയതി ശുക്രൻ മീനത്തിലേക്കും രാശി പരിവർത്തനം ചെയ്യുന്നുണ്ട്. ഇനി ഈ ആഴ്ചയിലെ ഓരോ നക്ഷത്രക്കാരുടെയും ആഴ്ചഫലം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയും ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. ഇവർക്ക് പിതാവിൽ നിന്നോ പിതാവിൻ്റെ മൂലകുടുംബത്തിൽ നിന്നോ മൂത്ത സഹോദരങ്ങളിൽ നിന്നോ ഉള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ്. ജോലി സംബന്ധമായി ഈ ആഴ്ച നല്ലതായിരിക്കും. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുന്നതിനോ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനോ യോഗമുണ്ട്. ഭാര്യയുടെ അഥവാ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും കളത്രസുഖവും അനുഭവത്തിൽ വരും. ഈ ആഴ്ചയിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളാണ്. രണ്ടാമതായി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ താരതമ്യേന നല്ല ദിവസങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ ദേഹസുഖത്തിനും ധനലാഭത്തിനും സാധ്യതയുണ്ട്. ഈ സമയം വിശിഷ്ട ഭക്ഷണപാനീയങ്ങൾ കിട്ടുന്നതിനും സുഖശയനത്തിനും സാധ്യതയുണ്ട്. ഞായർ, തിങ്കൾ, ചൊവ്വ ഈ ദിവസങ്ങളിൽ പിതൃദുരിതത്തിനോ വിഷാഗ്നിഭയത്തിനോ സ്ഥാനചലനത്തിനോ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കോ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. മൂന്നാമതായി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങൾ അത്ര നല്ല ദിവസങ്ങളല്ല. ഈ സമയം കർമ്മവിഘ്നങ്ങൾക്കോ ദേഹ സുഖക്കുറവിനോ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾക്കോ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിൽ ധനപരമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. കുടുംബസുഖവും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എന്തെങ്കിലും പുതിയ പ്രവർത്തനങ്ങൾ ഈ സമയം തുടങ്ങുവാനും സാധ്യതയുണ്ട്. നാലാമതായി പുണർദം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ധനലാഭം സിദ്ധിക്കുകയും പുതിയ ഗൃഹാരംഭത്തിനോ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനോ സാധ്യതയുണ്ട്. സ്ത്രീസുഖവും സ്ത്രീകളിൽ നിന്നുള്ള ധനലാഭവും പ്രതീക്ഷിക്കാം. എന്നാൽ ഈ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകാതെയും കർമ്മവിഘ്നമുണ്ടാകാതെയും സൂക്ഷിക്കുക. ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വരുന്നതിനോ വിവാഹം നടക്കുന്നതിനോ സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം. അഞ്ചാമതായി മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങൾ താരതമ്യേന നല്ല ദിവസങ്ങളായിരിക്കും. ഈ സമയം ആരോഗ്യസ്ഥിതിയും സ്ഥാനപ്രാപ്തിയും കാര്യവിജയവും ഉണ്ടാകും. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലോ മറ്റ് സ്ത്രീകളുമായോ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനും അപമാനിതരാകാതിരിക്കാനും ധനനഷ്ടം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക. ആറാമതായി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ധനപ്രാപ്തിയും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ധാർമ്മികമായ പ്രവൃത്തികളിൽ പങ്കാളികളാകുന്നതിനും തീർത്ഥാടനത്തിനും കുടുംബസുഖത്തിനും കളത്ര സുഖത്തിനും ഗൃഹസംബന്ധമായ അറ്റകുറ്റപ്പണികളിൽ ഏർപ്പെടുന്നതിനും വാഹന ലാഭത്തിനും സാധ്യതയുണ്ട്. എന്നാൽ ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ തൊഴിൽ തടസ്സവും ശാരീരിക ക്ലേശങ്ങളും അധിക ചിലവും ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഏഴാമതായി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ താരതമ്യേന നല്ല ദിവസങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ പ്രവൃത്തി ഗുണത്തിനും ചെറിയ തോതിലുള്ള ധനലാഭത്തിനും സന്താനങ്ങളെ കൊണ്ടും മിത്രങ്ങളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും സഹോദരങ്ങളുമായി ഭിന്നിപ്പുണ്ടാകാതെയും സൂക്ഷിക്കുക. എട്ടാമതായി വിശാഖം നക്ഷത്രം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ വൃശ്ചികക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സന്താനങ്ങൾ വഴിയോ കളത്രം വഴിയോ ഉള്ള ധനലാഭത്തിനും വിദേശത്ത് ജോലി കിട്ടിപ്പോകുന്നതിനും വിവാഹാദി മംഗളകർമ്മങ്ങൾക്കായി യാത്ര ചെയ്യുന്നതിനും കുടുംബത്തിൽ പ്രത്യേകിച്ച് സന്താനങ്ങളുടെ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും സ്ത്രീസുഖത്തിനും ബന്ധുക്കളുമായി ഒത്തുചേരുന്നതിനും സാധ്യതയുണ്ടെങ്കിലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ
കുറച്ച് സൂക്ഷ്മത പുലർത്തണം. ജനങ്ങളുമായി അനാവശ്യ വാഗ്വാദങ്ങൾ ഒഴിവാക്കണം. ഇവർക്ക് വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കും. 9-ാമതായി മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ ധനുക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും. ഈ ആഴ്ചയിൽ ഇവർക്ക് ധനലാഭം സിദ്ധിക്കുന്നതിനും പ്രത്യേകിച്ച് സഹോദരങ്ങളിൽ നിന്നും സ്വപ്രയത്നത്താലുമുള്ള ധനലാഭത്തിനും, കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്നും കൂടുതൽ വിളവ് കിട്ടുന്നതിനും, നാൽക്കാലികളിൽ നിന്നും കൂടുതൽ ധനലാഭം സിദ്ധിക്കുന്നതിനും, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ ബന്ധുക്കളുമായി കലഹം ഉണ്ടാകാതിരിക്കുന്നതിനും, ശത്രുക്കളെ കൊണ്ടോ കള്ളന്മാരെ കൊണ്ടോ ഉള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക. 10-ാമതായി ഉത്രാടം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സന്താനങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ധനലാഭവും മനസന്തോഷവും സിദ്ധിക്കാനുള്ള യോഗമുണ്ട്. സന്താനങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ലഭ്യമാകും. ഇവർക്ക് ഈ സമയം കുടുംബസുഖവും പ്രവൃത്തി ഗുണവും ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടപ്പിൽ വരുത്തുവാൻ സാധിക്കും. ഇവർക്ക് ഈ ആഴ്ചയിലെ ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ശാരീരിക ആയാസമോ സഞ്ചാര ക്ലേശമോ അനുഭവത്തിൽ വരാം. ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഉദ്യോഗ ഗുണത്തിനും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കളത്രത്തെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഈ സമയമുണ്ടാകും. 11-ാമതായി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ പൊതുവെ നല്ല ദിവസങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ തൊഴിലിൽ കൂടിയുള്ള ധനലാഭത്തിനും സ്വന്തം ബന്ധുക്കാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും വ്യവഹാര വിജയത്തിനും സാധ്യതയുണ്ട്. ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ തനിക്കോ സ്വജനങ്ങൾക്കോ അരിഷ്ടതയും സ്ഥാനചലനവും വിഷാഗ്നിഭയവും അനുഭവത്തിൽ വരാം. സന്താനങ്ങളെ കൊണ്ടും കളത്രത്തെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകാം. 12-ാമതായി പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ സഞ്ചാരക്ലേശമോ സ്ഥാനചലനമോ ജോലിയിൽ തടസ്സങ്ങളോ ജനങ്ങളുമായുള്ള കലഹമോ അനുഭവത്തിൽ വരാം. ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ധനലാഭത്തിനും ഉദ്യോഗഗുണത്തിനും ആരോഗ്യവർദ്ധനവിനും ഗൃഹസുഖത്തിനും മനസന്തോഷത്തിനും സന്താനഗുണത്തിനും സ്വർണ്ണാഭരണാദികളുടെ ലഭ്യതയ്ക്കും സാധ്യതയുണ്ട്. ഈ സമയം ചിലവ് വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് 27 നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ഗുണദോഷ ഫലങ്ങൾ. ഈ സമയം നല്ല ദശാസമയമോ അപഹാര സമയമോ ആണ് നടക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല. ഇനി ഈ ആഴ്ചയിലെ സൂര്യോദയം, സൂര്യാസ്തമയം, അഭിജിത്തിന് മുഹൂർത്തം, കൃത്യമായ രാഹുകാലങ്ങൾ എന്നിവയെക്കുറിച്ച് നോക്കാം. ഈ ആഴ്ചയിൽ സൂര്യോദയം രാവിലെ 6:47 സൂര്യാസ്തമയം വൈകിട്ട് 6:27 അഭിജിത്തിന് മുഹൂർത്തം ഈ ആഴ്ചയിൽ ഉച്ചയ്ക്ക് 12:13 മുതൽ 1 മണി വരെയാണ്. ഈ അഭിജിത്തിന് മുഹൂർത്തം തിഥിവാര ലഗ്നാദി ദോഷങ്ങളൊന്നും നോക്കാതെ തന്നെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ്. ഇനി ഈ ആഴ്ചത്തെ കൃത്യമായ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. 22/1/2025 ബുധനാഴ്ച രാഹുകാലം ഉച്ചയ്ക്ക് 12:36 മുതൽ 2:02 വരെയാണ്. 23/1/2025 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:03 മുതൽ 3:29 വരെയാണ്. 24/1/2025 വെള്ളിയാഴ്ച പകൽ 11:10 മുതൽ 12:37 വരെയാണ്. 25/1/2025 ശനിയാഴ്ച രാവിലെ 9:44 മുതൽ 11:10 വരെയാണ്. 26/1/2025 ഞായറാഴ്ച വൈകിട്ട് 4:57 മുതൽ 6:23 വരെയാണ്. 27/1/2025 തിങ്കളാഴ്ച രാവിലെ 8:17 മുതൽ 9:44 വരെയാണ്. 28/1/2025 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:31 മുതൽ 4:58 വരെയാണ്. മേൽപ്പറഞ്ഞ രാഹുകാലം കൃത്യമായ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. കലണ്ടറിലും മറ്റും കൊടുത്തിട്ടുള്ള രാഹുകാലം ഉദയം രാവിലെ 6 മണിയെന്നും അസ്തമയം വൈകിട്ട് 6 മണിയെന്നുമുള്ള ശരാശരി രാഹുകാലമാണ്. രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാണ്. ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം ആലപ്പുഴയിൽ നിന്നും ജയകുമാറാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ജയകുമാറിന് 11/8/2010 മുതൽ 10/8/2027 വരെ ലഗ്നാധിപനായ ബുധൻ്റെ ദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബുധൻ വക്രത്തിലും നീചത്തിലും മൗഢ്യത്തിലുമായി സ്ഥിതി ചെയ്യുന്നത് കാരണം ലഗ്നാധിപൻ്റെ ദശാസമയമാണെങ്കിൽ കൂടി അത്രയധികം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമല്ല. ഏതായാലും ബുധദശ ഇനിയും 2.5 വർഷം കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് 11/8/2027 മുതൽ 10/8/2034 വരെ ഇഷ്ടഭാവത്തിൽ തൽക്കാല സമക്ഷേത്രത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശാസമയമാണ് വരാൻ പോകുന്നത്. ഈ കേതു ദശാസമയം ഭാഗ്യവർദ്ധനവ്, സുഖം, ഐശ്വര്യം എന്നിവ അനുഭവത്തിൽ വരാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും വീഡിയോ ഷെയർ ചെയ്യുമെന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.